ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മസ്റ്റ് ഡേറ്റ് ദി പ്ലേ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമയുടെ 9th എപ്പിസോഡായിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ജെയിൻ എഴുന്നേൽക്കുന്നുണ്ട്. ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവനൊരു നോട്ട് ബുക്കിൽ എന്തോ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. അത് തമിഴിലാണ്. സോ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്നുള്ളൊരു നോട്ടാണെന്നാണ്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല, എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല. സോ ഇത് നമ്മുടെ ChatGPT പറഞ്ഞതാണ്. അങ്ങനെ എഴുതിയതിന് ശേഷം ജെയിൻ എഴുന്നേറ്റ് നേരെ ബോബിനെ വിളിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത് തന്നെ. ഈ ബോബിനെ നോക്കുമ്പോൾ ബോബിനെ അവിടെ കാണാനില്ല. സോ സെയിൻ എഴുന്നേറ്റ് ഹാളിലേക്ക് പോകുമ്പോഴത്തേക്കും സെയിൻ എന്തോ കണ്ട് ഒന്ന് പേടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ വേറെ ആരുമല്ല, സെയിൻ്റെ അച്ഛനാണ്. സെയിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. സെയിൻ എന്നിട്ട് അച്ഛനോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട്, നിനക്ക് പുതിയ ഗേൾ ഫ്രണ്ട് ആയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ, വൈഷ്ണവി താര പ്രിയദർശൻ എന്ന് പറയുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട്, എനിക്ക് പുതിയ ഗേൾ ഫ്രണ്ട് ആയി എന്ന് പറഞ്ഞ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ ഗേൾ ഫ്രണ്ട്സിൽ ഒരാളാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഞാൻ അവളുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആണെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ അവളുടെ അമ്മേനെ പോയി കണ്ടു എന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പോയി എന്ന് അറിഞ്ഞിട്ടെങ്കിലും എന്നെ കാണാനായിട്ട് അച്ഛൻ വന്നല്ലോ, താര കാരണം അച്ഛനിവിടെ വന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്, അങ്ങനെയെങ്കിലും അച്ഛൻ എന്നെ കാണാനായിട്ട് വന്നല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ പറയുകയാണ്, എനിക്ക് ആക്സിഡൻ്റ് ആയ കാര്യം അച്ഛനപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സെയിൻ വിചാരിക്കുന്നുണ്ട് ബോബിയാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ബോബിനെ നോക്കുന്ന സമയത്ത് ബോബി ഒന്നുമല്ല പറഞ്ഞിട്ടുള്ളതെന്ന് അച്ഛൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബോബി എനിക്ക് നിന്നോട് സംസാരിക്കണം, കാരണം ഇത്രയും വലിയ കാര്യം ഇവിടെ നടന്നിട്ട് നീ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സെയിൻ ചോദിക്കുന്നുണ്ട്, ബോബി പറയുന്നതോ പറയാത്തതോ എന്തോ ആയിക്കോട്ടെ, എന്നിട്ട് പോലും അച്ഛൻ എന്നെ കാണാൻ വന്നില്ലല്ലോ, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി എന്ന് അറിഞ്ഞിട്ട് പോലും അച്ഛൻ എന്നെ കാണാൻ വന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് അച്ഛൻ ഇപ്പോൾ ഓടിപ്പടച്ച് വിളിക്ക് വന്നിട്ടുള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛനൊന്നും പറയുന്നില്ല. ആൻഡ് ഓൾസോ അച്ഛൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ കുട്ടിയല്ല, നിനക്ക് നിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതെന്ന് പറയുന്ന സമയത്ത് കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ എന്നെ കുറേ കെയർ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ വളർന്ന് വലുതായപ്പോൾ അച്ഛൻ കെയർ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ കൊച്ചിലേ തൊട്ട് അച്ഛൻ എന്നെ കെയർ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ബോബിനോട് പറയുന്നുണ്ട്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, നീയും കൂടെ വരാൻ പറഞ്ഞിട്ട് ബോബിയുടെ അടുത്ത് പറയുന്നുണ്ട്. ബോബി ആ സമയത്ത് സെയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മോൻ പോയി ഫുഡ് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ബോബി പോകുന്നത്. അങ്ങനെ സെയിൻ പോയി കുളിച്ച് ഫ്രഷായി വരുന്നുണ്ട്. ആ സമയത്തേക്ക് കൗശീൻ്റെ ഒരു മെസ്സേജ് സെയിന് വരുന്നുണ്ട്, എനിക്ക് വയ്യ, ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പനിയാണെന്നുള്ളത്, സോ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്കും സെയിൻ ഡ്രസ്സൊക്കെ മാറി റെഡി ആകുമ്പോഴത്തേക്കും വീണ്ടും കൗശി ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഗൗതമിന് അയച്ച മെസ്സേജാണ്, തെറ്റി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് സെയിൻ തിരിച്ച് വിളിക്കുന്നുണ്ട്. സെയിൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ, ഗൗതം വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഗൗതം തിരക്കാണ്, സോ അവൻ വരില്ല എന്ന് പറയുമ്പോൾ ഞാൻ വരാമെന്ന് പറയുമ്പോൾ കൗശി പറയുന്നുണ്ട്, വേണ്ട ആവശ്യമില്ല, നീ അവിടെ തന്നെ നിന്നോ, ഞാൻ മാനേജ് ചെയ്തുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെയിൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് സെയിൻ ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം റെഡി ആവാനായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്താണ് ജഗൻ വരുന്നത്. ജഗൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, ഇവിടെ ആരെയും കാണാനില്ലല്ലോ, ബോബി എവിടെ പോയി എന്ന് ചോദിക്കുന്ന സമയത്ത് ജഗൻ്റെ അടുത്ത് സെയിൻ പറയുന്നുണ്ട്, അച്ഛൻ വന്നിട്ടുണ്ട്, എന്തിനാ വന്നതെന്നൊന്നും എനിക്കറിയില്ല, ബോബി അച്ഛൻ്റെ കൂടെ പോയിരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജഗൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ഇന്നലത്തെ ഡേറ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് നല്ലതായിരുന്നു എന്ന് സെയിൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സെയിൻ പറയുന്നുണ്ട്, നീ ഇന്ന് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, താരേനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്ന് ചോദിക്കുമ്പോൾ ജഗത്ത് ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ ഇവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, കൗശിക്ക് വയ്യ, ഞാൻ കൗശിനെ പോയി നോക്കാൻ പോവാണെന്ന് പറയുന്ന സമയത്ത് ജഗത്തിൻ്റെ ദേഷ്യം വരുന്നുണ്ട്. ജഗത്ത് പറയുന്നുണ്ട്, നീ താരേനെ സീരിയസ് ആയിട്ടല്ലേ നോക്കുന്നേ, പിന്നെ എന്തിനാണ് നീ കൗശിയുടെ അടുത്തേക്ക് പോകണം, അവൾക്ക് എന്താ ബോയ് ഫ്രണ്ട് ഇല്ലേ, അവളുടെ ബോയ് ഫ്രണ്ട് ബിസിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പറയുന്നു, അവളുടെ ബോയ് ഫ്രണ്ട് ബിസി ആണെങ്കിൽ അത് അവളുടെ കുഴപ്പം, അല്ലാണ്ട് നീ പോയി സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ എപ്പോൾ തൊട്ട് ഇങ്ങനത്തെ സർവീസസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സെയിൻ പറയുന്നുണ്ട്, നീ എന്നെ അങ്ങനെ വിചാരിക്കണ്ട, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ താര ചോദിച്ചാൽ എന്താ പറയണ്ടേ എന്ന് ജഗൻ ചോദിക്കുന്ന സമയത്ത് സെയിൻ ഒന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് താരേനെയാണ്. താര കാലത്ത് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ താരയ്ക്ക് എന്തോ മൂഡ് ഓഫ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ താര പറയുന്നുണ്ട്, സെയിനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, സോ എന്തായാലും കോളേജിലേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് താര എഴുന്നേൽക്കുന്നത് തന്നെ. താര എഴുന്നേറ്റപ്പോൾ തന്നെ താരയ്ക്ക് ചെറുതായിട്ട് കൈയും കാലൊക്കെ വേദന. അതേപോലെ തന്നെ പനിക്കുണ്ടോ എന്ന് ചെറിയ സംശയം ഉണ്ടെന്ന് താര ഇങ്ങനെ പറയുന്നു. ഇത് കണ്ടിട്ട് ശാലുമ പറയുന്നുണ്ട്, പനിക്കുണ്ടെങ്കിൽ ഇപ്പോൾ പോകണ്ട, നാളെ പോയാൽ മതി, സെയിനിന് ഇപ്പോൾ നാളെ ആണെങ്കിലും കാണാമല്ലോ എന്ന് പറയുന്ന സമയത്ത് താര പറയുന്നുണ്ട്, സെയിനെ കാണാനൊന്നല്ല ഞാൻ പോകുന്നത്, ഞാൻ പഠിക്കാൻ പോവുക, ക്ലാസ്സിൽ പോയി പഠിക്കണം, ക്ലാസ് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ശാലുമ പറയുന്നുണ്ട്, അറിയാം എന്തിനാ പോകണമെന്നുള്ളതൊക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ താര വന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ട് സെയിനാണെന്ന് വെച്ച് വാല് തുറക്കുന്ന സമയത്ത് കാണുന്നത് ജഗനെയാണ്. താര വളരെ മൂഡ് ഓഫ് ആവുന്നുണ്ട്. താര ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെയും ചോദിക്കുന്ന സമയത്ത് നിന്നോട് സെയിൻ പറഞ്ഞില്ലേ, ഇന്ന് സെയിൻ എന്നോട് നിന്നെ പിക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, സോ അതുകൊണ്ടാണ് ഞാൻ വന്നത്, സെയിൻ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ താര ചോദിച്ചു, എന്നോട് പറഞ്ഞില്ലല്ലോ അവനെന്ന് ചോദിച്ച സമയത്ത് ജഗൻ ചോദിച്ചു, മെസ്സേജ് അയച്ചില്ലെങ്കിൽ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജഗൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരു മെസ്സേജ് പോലും അവൻ അയച്ചില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നിട്ട്
താര ചോദിക്കുന്നുണ്ട് അവൻ എങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുന്ന സമയത്ത് ജഗൻ പറയുന്നുണ്ട് എങ്ങോട്ടോ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ജഗൻ പറയുന്നുണ്ട് വാ പോവാന്ന് പറയുന്ന സമയത്ത് ബൈക്കിൽ ഞാൻ വരില്ല, ബൈക്ക് എനിക്ക് കംഫർട്ടബിൾ അല്ല, എനിക്ക് ഒരു ബൈക്കിൽ കയറാൻ പേടിയാണെന്ന് താര പറയുന്നുണ്ട്. ആ സമയത്ത് ജഗൻ പറയുന്നുണ്ട് പേടിക്കണ്ട, ഇങ്ങനെയുള്ള പേടികളൊക്കെ മാറ്റണം, അതുകൊണ്ട് നീ കയറും, ഞാൻ പതുക്കെ പോവുള്ളൂ, നിനക്ക് പേടിയാവുന്നുണ്ടെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചിരുന്നോളാൻ പറയുന്നുണ്ട്. അങ്ങനെ താര ജഗൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നുണ്ട്. താരയ്ക്ക് അത്ര കംഫർട്ട്നെസ് ഒന്നുമില്ല, താര ഒരു വിധത്തിലാണ് ഇരിക്കുന്നത്. ജഗൻ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ജഗൻ പറയുന്നുണ്ട് പേടിക്കണ്ട, ഞാൻ പതുക്കെ വണ്ടി ഓടിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ജഗൻ സ്പീഡിൽ പോകുമ്പോൾ താര പറയുന്നത് എന്തും സ്പീഡിൽ പോകണേ, കുറച്ച് പതുക്കെ വണ്ടി ഓടിക്കാൻ പറയുന്ന സമയത്ത് ജഗൻ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നടന്നു പോകുന്നതായിരിക്കും നല്ലത്, ഇതിലും സ്പീഡ് കുറച്ച് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട് ജഗൻ വണ്ടി ഓടിക്കുന്നുണ്ട്. താരയാണെങ്കിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നുള്ളത് താരയുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവർ സ്കൂളിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. സ്കൂളിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് താര പറയുന്നുണ്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നീ എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്, എനിവേ സോറി, ഞാൻ നിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ജഗൻ പറയുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നീ പൊക്കോ, ഞാൻ വണ്ടി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജഗൻ പോകുന്നുണ്ട്. ജഗൻ വിചാരിക്കുന്നുണ്ട് അവളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയും, ഇല്ലെങ്കിൽ അവൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നൊക്കെ, പക്ഷെ ഒന്നും നടന്നില്ല. ജഗൻ്റെ ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹം മാത്രമായിപ്പോയി. ഇവിടെ നമ്മൾ സീനാണെന്നുണ്ടെങ്കിൽ കൗശിയുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഗേറ്റ് തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ തുറക്കുന്നില്ല. അറ്റ് ലാസ്റ്റ് ആ ഗേറ്റ് തുറക്കുന്നുണ്ട്. അങ്ങനെ സെയിൻ കയറുന്ന സമയത്ത് വീട്ടിലെ ഫ്രണ്ട് ഡോറൊന്നും അടച്ചിട്ടില്ല. സോ സെയിൻ അങ്ങനെ കയറുകയാണ്. അങ്ങനെ കയറുന്ന സമയത്ത് സെയിൻ തപ്പുന്നുണ്ട് കൗശിനെ, പക്ഷെ കൗശിനെ കാണുന്നില്ല. അങ്ങനെ സെയിൻ കൗശിനെ വിളിക്കുന്ന സമയത്ത് കൗശിയുടെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ്. കൗശി കുളിക്കാൻ നിൽക്കുന്ന കോലത്തിലാണ് വന്നിട്ടുള്ളത്, ഒരു ടവൽ മാത്രമേ കെട്ടിയിട്ടുള്ളൂ. സോ അവളെ കാണുമ്പോൾ സെയിൻ എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സെയിൻ ഒരു ഓക്വേർഡ്നെസ് വന്നിട്ടുണ്ട്. സോ കൗശി പറയുന്നുണ്ട് നിന്നോട് ഞാൻ വരണ്ടാന്നല്ലേ പറഞ്ഞേ, എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്തിനാണ് നീ വന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സെയിനൊന്നും പറയുന്നില്ല, പക്ഷെ കൗശിനെ കണ്ടിട്ട് സെയിൻ അത്ര ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ കൗശി പറയുന്നുണ്ട് ശരി എന്നാൽ നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൗശി പോകുന്നുണ്ട്. സെയിനാണെങ്കിൽ ആകെ എന്തോ മതിയായിട്ട് നിൽക്കുവാണ്, ഭയങ്കര ഓക്വേർഡ്നെസ് അടിച്ചിട്ട് സെയിൻ നിൽക്കുവാണ്. സെയിൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ കൗശി ഡ്രസ്സ് മാറുന്നത് കാണാൻ പറ്റുമായിരുന്നു, കാരണം ഡോറ് ഫുള്ളി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ സെയിൻ എന്തോ മാതിരി തോന്നിയിട്ട് സെയിൻ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്തുണ്ടായെന്ന് നമുക്കറിയില്ല. പിന്നെ കാണിക്കുന്നത് താരേനെയാണ്. താരയാണെങ്കിൽ ലോക്കർ തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ സെയിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. സോ അത് കണ്ടിട്ട് അവൾ സെയിനെ മിസ് ചെയ്തിട്ട് പറയുന്നുണ്ട് സെയിൻ ഇതുവരെ എനിക്കൊരു മെസ്സേജ് അയച്ചില്ലല്ലോ, അറ്റ്ലീസ്റ്റ് അവനൊരു മെസ്സേജെങ്കിലും അയക്കാമായിരുന്നു എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് നിതിൻ വരുന്നത്. പെട്ടെന്ന് നിതിൻ വന്നപ്പോൾ അത് താഴെ വീണുപോയി. അപ്പോൾ നിതിൻ തന്നെയാണ് അത് എടുത്ത് കൊടുക്കുന്നത്, പക്ഷേ നിതിൻ അത് തുറന്ന് നോക്കാനൊന്നും നിൽക്കുന്നില്ല. നിതിൻ അത് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിൽക്കുമ്പോൾ താര ചോദിക്കുന്നുണ്ട് നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ തന്നെ വന്നുള്ളൂ, നീ എങ്ങനെയാണ് വന്നതെന്ന് നിതിൻ ചോദിക്കുമ്പോൾ ജഗൻ്റെ കൂടെയാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ താര ചോദിക്കുന്നുണ്ട് കൗശി എവിടെ കഫറ്റേരിയയിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൗശി വരില്ല, കൗശിക്ക് ചെറിയ പനിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിതിൻ ചോദിക്കുന്നുണ്ട് അല്ല നിന്നോടപ്പോൾ സെയിൻ ഒന്നും പറഞ്ഞില്ലേ, സെയിൻ അവളെ നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് താര ഞെട്ടുന്നുണ്ട്. താര ചോദിക്കുന്നുണ്ട് സെയിൻ എപ്പോൾ പോയി, സെയിൻ കാലത്ത് തന്നെ പോയിട്ടുണ്ടെന്ന് നിതിൻ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇതെങ്ങനെ അറിഞ്ഞെന്ന് താര ചോദിക്കുമ്പോൾ നിതിൻ പറയുന്നുണ്ട് അത് കൗശി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പം നിതിൻ ജഗനെ കണ്ടിട്ട് പറയുന്നുണ്ട് ഇത് ഇവനെല്ലാം അറിയുമായിരിക്കുമല്ലോ, അവനറിയാവുന്നതുകൊണ്ടാണ് അവനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടത്, നിനക്കത് മനസ്സിലായില്ലെങ്കിൽ താരയോട് ചോദിക്കുന്ന സമയത്ത് താര ജഗനോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് സെയിൻ പോയെന്ന് ചോദിക്കുന്ന സമയത്ത് നീ എല്ലാം അറിഞ്ഞൂലേ കൗശിൻ്റെ അവിടേക്ക് എന്നെ പോയിരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് നിതിൻ പറയുന്നുണ്ട് നീയും അവനും തമ്മിൽ ഒരു വ്യത്യാസമില്ല, സെയിനും നീ ഒരേപോലെയാണ്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, നിന്നെപ്പോലെ അത്ര നല്ല ആൾക്കാരൊന്നും അല്ല എന്നും പറഞ്ഞ് രണ്ടും കൂടി അവിടെ അടി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ താര പറയുന്നുണ്ട് ഞാനൊന്നും വഴക്കുണ്ടാക്കാനില്ല, ഞാൻ ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് താര തലകറങ്ങി വീഴുന്നുണ്ട്. ആ സമയത്തേക്ക് നിതിനും ജഗനും വന്ന് പിടിക്കുന്നുണ്ട്. ഇവിടെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താര ഒന്ന് തലകറങ്ങി വീണതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ജഗൻ താരാന്ന് വിളിച്ച് കിടന്ന് കാറുവാണ്. കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ചത്തു എന്ന് തോന്നണ പോലെയാണ് അവൻ കിടന്ന് കാറുന്നത്. ഇതിനാണെങ്കിൽ അവൻ്റെ കാറിൽ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ഒന്ന് നിർത്തി നീ ആദ്യം, എന്നിട്ട് ഇവളൊന്ന് പിടിക്കാൻ നോക്കുക, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കിടന്ന് ഒച്ചയും ബഹളവും കൂട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഓൾസോ ഇവിടെ വരെ നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ ഒരു പർപ്പിൾ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊരു കുഞ്ഞു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, സാധാരണ നമ്മൾ 2 എപ്പിസോഡ്സ് വെച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യാറ്, പക്ഷേ ഇന്ന് നമ്മൾ ഒരൊറ്റ എപ്പിസോഡേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറവായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു ഡ്രാമയ്ക്ക് 24 എപ്പിസോഡ്സാണ് ഇതുവരെ റിലീസായിട്ടുള്ളൂ. ആഴ്ചയിൽ ഒരു എപ്പിസോഡ് വെച്ചിട്ടാണ് റിലീസാവുന്നത്. സോ ഈ ആഴ്ചത്തെ റിലീസായിട്ടില്ല. നമ്മൾ ഏകദേശം 24 എപ്പിസോഡ് കവർ ചെയ്യാറായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്തിരി സ്ലോയിൽ പോകുന്നത്, കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീഡിയോസ് ഒന്നും ഇടാനുണ്ടാവില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പതുക്കെയായിട്ട് ഇടുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റായിട്ട് പോന്നട്ടെ. അപ്പോൾ അത്രയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഡ്രാമ ചെയ്യണം എന്നുള്ളതും കൂടി സജഷനിൽ പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.